ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട് മന്ദാകിനിയുടെ. അത് അവിടുത്തെ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഒരു കനേഡിയൻ കേരള കനേഡിയൻ കൊളാബറേഷൻ വേണമെങ്കിൽ പറയാം. മന്ദാകിനി കൊള്ളാം അല്ലേ. 4800 ആണ് ഇത് ഇപ്പോഴത്തെ പ്രൈസാണ് കേട്ടോ. ഞാൻ പ്രൈസ് കാണിക്കാത്തത് ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, പെപ്സി ഈ മൂന്നും കൂടെ വാങ്ങിച്ചാൽ 370 ആവുന്നത്. ഒരു ചായക്ക് 310, 60 രൂപയുടെ വ്യത്യാസമുള്ളൂ. നമുക്ക് വലിയൊരു മീൽ അവിടെ കിട്ടും. എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ചായ കുടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ചായയുടെ ബില്ല് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. വണക്കം, ദിസ് ഇസ് ട്രാവ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് ദ നോവ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു ചെറിയ ട്രിപ്പുമാണ്, മലേഷ്യ ലിംഗാവി. അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി ദ നോവ പ്രോപ്പർട്ടിയിൽ വന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആവാനൊക്കെ വന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. നിങ്ങളും നെടുമ്പാശ്ശേരിയിലൊക്കെ വരികയാണെങ്കിൽ എവിടെ താമസിക്കണം അങ്ങനെയൊക്കെ ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ റൂമും ഈ ഒരു പ്രോപ്പർട്ടിയും പൂളൊക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാവ്ക. അപ്പോൾ ഇതാണ് നമ്മുടെ നോവ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. രാത്രിയാണ്, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് രാത്രിയാണ്. അപ്പോൾ ഇതാണ് ആ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടിക്കകത്തോട്ട് കയറിയിട്ട് പ്രോപ്പർട്ടി വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പം നേരെ കാണുന്ന റിസപ്ഷനാണ്. ഇതൊരു വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ, വെയിറ്റിംഗ് ലോഞ്ചാണ്. അടിപൊളിയാണ് കേട്ടോ, ഒരു ലക്ഷറി ഫീലാണ്. രസം നോക്കിയാൽ അവരകത്തൊക്കെ ചെയ്തേക്കുന്ന ഷാൻഡിയാർക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഇതൊരു റിസപ്ഷനാണ്. ഇത് റൈറ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഇൻ ഹൗസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് ചെറിയൊരു ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് അവരുടെ ഒരു കിച്ചൺ ഏരിയ ആണ്. ഇന്നത്തെ സ്പെഷ്യൽസ് ഉണ്ട്, ചിക്കൻ ഫിംഗർ ഉണ്ട്, പിന്നെ സൽസ റോസ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽസ് ഒക്കെ അവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമൊക്കെ വരുന്നതൊന്ന് ജസ്റ്റ് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോഴാണ് അവരുടെ റൂമൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂം 105 ആണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നോവയുടെ നമ്മുടെ റൂമൊന്ന് കാണിച്ചു തരാം. ആക്സസ് കാർഡുണ്ട്, കയറുന്നു, കാർഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. ഇതൊരു ചെറിയൊരു ലിവിങ് ഏരിയ ആണ്. നമുക്ക് 2 റൂമുണ്ട്, ഇന്റർ കണക്റ്റഡ് റൂംസ് ആണ്. ഇതൊരു റൂമാണ്, നല്ല അടിപൊളി റൂമാണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഇതൊരു ലിവിങ് ഏരിയ വിത്ത് TV എല്ലാം ഉണ്ട്. ചെറിയൊരു ഡൈനിങ് ടേബിളും പിന്നെ അമ്യൂണിറ്റീസും എല്ലാം ഉണ്ട്. ഒരു മിനി ബാറും ഉണ്ട്. ഇത് വേറൊരു റൂമാണ്. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം ഒരു വലിയ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ 2 പേർക്കും ചേർന്ന് റൂം എടുക്കാം. ഇതാണ് നമ്മുടെ നോവയിലെ റൂം. ഇവിടെയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ഇവിടുത്തെ നോവയുടെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഞങ്ങളുടെ റൂം കണ്ടില്ലേ, നല്ല കിടില റൂമാണ്. ഭയങ്കര ലക്ഷറി ലുക്കാണ് കേട്ടോ. നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ വൈൻ ലേ ഓവറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി. അതോടൊപ്പം ഇവർക്കൊരു പൂളും ഉണ്ട് 7th ഫ്ലോറിൽ. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പൂൾ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 7th ഫ്ലോർ ഇറങ്ങി ഇത് അവരുടെ ഒരു പൂൾ ഏരിയ ആണ്. പൂൾ ഏരിയ ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഈ സ്ഥലം കാണിച്ചു കേട്ടോ. ഇതാണ് അവരുടെ പൂള്. എന്ത് രസം നോക്കിയാൽ, ഒരു ക്യൂട്ട് ചെറിയ പൂള് ഉണ്ടോ. അതിനടുത്ത് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേ ഒക്കെ കാണാം. അത്ര അടിപൊളി വ്യൂ ഉള്ളൊരു ടെറസിൽ ഉള്ളൊരു പൂളും പിന്നെ റെസ്റ്റോറൻ്റൊക്കെയാണ്. എന്ത് രസം നോക്കിയാൽ കാണാം, അടിപൊളിയല്ലേ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാം. ഇതൊരു ഫ്ലൈറ്റ്, അവിടെ കാണുന്ന ലൈറ്റ് ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ അത്ര നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ രാത്രി ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോവ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ഒരു പെർഫ്യൂം സെക്ഷനാണ് കേട്ടോ. ഫുൾ ഫ്രാഗ്രൻസും, അപ്പുറത്ത് ലിക്കർ, പേഴ്സണൽ കെയർ, കോൺഫെക്ഷണറി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ബോസിൻ്റെ പെർഫ്യൂംസ് ആണ് കേട്ടോ. അപ്പോൾ അതും ഇവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് മേടിക്കണമെന്ന് പറഞ്ഞാൽ അതും ഇവിടെ നിന്നൊരു ഈ ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് ഓടി. എന്തായാലും ഈ ചോക്ലേറ്റ് മേടിച്ചു. എത്ര രൂപയെന്നറിയില്ല. ഇപ്പോൾ ബില്ല് ചെയ്യണം, അവിടെ ബില്ല് ചെയ്യണം, ബോർഡിംഗ് പാസ്സൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും മുകളിൽ പോയി ഇനി വെയിറ്റിംഗ് ഏരിയ ഇരിക്കണം. സോ വി ആർ ഗോയിങ് ടു മലേഷ്യ. അതായത് ഇവിടുന്ന് മലേഷ്യ കോലാലംപൂർ പോയി അവിടെ നിന്ന് ലങ്കാവി. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസിൽ ഗേറ്റ് 1 ആണ്. അപ്പം മാലിൻഡോ എയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എയർപോർട്ട് കാണിച്ചു തരാം. DC ബുക്സിൻ്റെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. ഡാമിലാനോ ഇറ്റാലിയൻ്റെ ഒരു ബാഗും ബെൽറ്റും വാലറ്റ്സ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ്. പിന്നെ ഒരു എയർടെലിലെ ചെറിയൊരു കിയോസ്ക് ഉണ്ട്, എയർടെൽ 5G ഇൻ്റർനാഷണൽ ട്രാവൽ ഡെസ്ക് ആണ്. ഇൻ്റർനാഷണൽ പാക്കേജൊക്കെ വേണമെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാം. അതേപോലെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മെമ്മറീസ് ഓഫ് ഇന്ത്യ. ഇവിടെ കുറേ സോവനിയേഴ്സും നെക്ക് പില്ലോ, ചാർജർ, ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ളൊരു സാധനങ്ങൾ ഇവിടെയാണ് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു മെമ്മറീസ് ഓഫ് ഇന്ത്യ എന്നുള്ള സോവനിയേഴ്സ്. ഇന്ത്യയുടെ തനതായ കുറേ സംഭവങ്ങളൊക്കെയാണ്. പിന്നീട് സ്വിസ് ടൈം ഹൗസ് എന്ന് പറഞ്ഞൊരു വാച്ച് ഹൗസ് ഉണ്ട്.
പിന്നെ ഫ്രീ ഇൻ്റർനാഷണൽ സിം കാർഡ്, മലേഷ്യ സിം കാർഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ആ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ചിപ്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പ്. ആനന്ദ്, അതായത് സ്വീറ്റ്സ് ആണ്. പിന്നെ റാപ്പ് ആൻഡ് റോൾസ്, പിന്നെ അപ്പോളോ, ഇവിടെ ഫാർമസി ഉണ്ട്. അങ്ങനെ കുട്ടി ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ ഈ വെയിറ്റിംഗ് ഏരിയയിൽ. പിന്നെ റെസ്റ്റ് റൂംസ് ഉണ്ട്, വാഷ്റൂം. ഹൈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ബാഗ്സ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. പിന്നെ ആർട്ട് പോട്ട് അങ്ങനത്തെ ഒരു ഷോപ്പ്. പിന്നെ മാക്വി ഗ്ലാസിൻ്റെ ചെറിയൊരു കിയോസ്ക് പോലെ. അപ്പം അങ്ങനെ കൊച്ചു കടകളായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ നിന്ന് ഗേറ്റ് 1. അവിടെ നിന്ന് മേളിൽ പോകുകയാണെങ്കിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഒരുപാട് ഫുഡ് കോർട്ട്സ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടുത്തെ ലോഞ്ച് ആക്സസും യൂസ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ കാർഡിൽ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡാണെങ്കിൽ വി ക്യാൻ യൂസ് ദറ്റ് കാർഡ് ഫോർ ലോഞ്ച് ആക്സസ്. ഞാനങ്ങനെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, കൊച്ചി യൂസ് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ട്സും ഉണ്ട്. അപ്പം ചിക്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനും നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ കേട്ടോ. മേളിലും വെയിറ്റിംഗ് ഏരിയ ആണ്. ഇപ്പോൾ ഫ്ലൈറ്റിനൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മേളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഇവിടെ ഇരിക്കാവുന്നതാണ്. അത്യാവശ്യം പാസഞ്ചേഴ്സും ഉണ്ട് കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട്. ഇവിടെ ഇൻ്റർനാഷണൽ സിം കാർഡുണ്ട്, നമുക്ക് സിം വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുറച്ച് കാഴ്ചകൾ കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി മലേഷ്യ പോയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നൊരു ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആണ്. നമ്മൾ താഴത്തെ അവിടെ നിന്ന് മുകളിൽ കയറി വന്നു. അതായത് ഇവിടെ ലോഞ്ച് ബാറുണ്ട്, പിന്നെ സ്മോക്കിംഗ് റൂമുണ്ട് കേട്ടോ. ഫയർഫ്ലൈ ലോഞ്ച് ബാർ, പിന്നെ ബർഗർ കിങ്, ചിക്കിങ്, കറി ട്രീ, സുലൈമാനിയൊക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പ്. അപ്പോൾ നമുക്ക് ലോഞ്ച് ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്യും. ഇത് ലോഞ്ച് ബാറാണ്, അല്ലാതെ ഒരു ലോഞ്ചും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് വല്ല മെയിൻ്റനൻസ് ക്ലോസ് ആണോന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഇതാണ് അവരുടെ ഫുഡ് കോർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയാണ് വെയിറ്റ് ചെയ്യുന്നത്, ലിഫ്റ്റ് കയറിയാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഡ്യൂട്ടി ഫ്രീ കൂടെ ഒന്ന് പോയി കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് ലിഫ്റ്റ് കയറി മേളിൽ വന്നു. നമുക്ക് തിരിച്ച് താഴോട്ട് പോകാം. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലാണോ. ഡ്യൂട്ടി ഫ്രീയിൽ നല്ല നാടൻ കേരള ചിപ്സ്, മുളകിട്ട ചിപ്സ് ഉണ്ട്. ഡ്യൂട്ടി ഫ്രീയിലാണ് കേട്ടോ നിങ്ങളുടെ കൊച്ചി ഡ്യൂട്ടി ഫ്രീയിലാണ്. എന്താ ഫുൾ ചിപ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മൾ നാടൻ ചിപ്സാണ്, പക്ഷേ ഇതിനകത്ത് പ്രിൻറ്റിംഗ് ഒക്കെ അറബിക്കാണ് കേട്ടോ. എത്ര രൂപയൊന്നും അറിയില്ല. നമ്മുടെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ചിപ്സ്, ഉപ്പേരി, മിക്സ്ചർ, മുറുക്ക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഉണ്ട് ഡ്യൂട്ടി ഫ്രീയിൽ. ആക്ച്വലി ഇൻ്റർനാഷണലിൽ നിന്ന് വന്നവർക്ക്, ഫോറിൻ കൺട്രീസ് വന്നവർക്ക് ഇതൊക്കെ മേടിക്കാവുന്നതാണ് കേട്ടോ. നമുക്കിവിടെ സുലഭമായി കിട്ടും. അതേപോലെ ഓണം സീസൺ ആയതുകൊണ്ടായിരിക്കും ചിപ്സും ഉപ്പേരിയൊക്കെ ഉണ്ട്. അത് കൊള്ളാം കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഫുൾ ലിക്കേഴ്സ് ഉണ്ട്. പിന്നെ ടാങ്ക്, സ്ക്വാഷ് ടാങ്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ പല മാംഗോയുടെ ഉണ്ട്. ഇത് 1300 രൂപയാണ് കേട്ടോ മാംഗോയുടെ. 2.25 kg. പൈനാപ്പിൾ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ലിക്കേഴ്സ് ഉണ്ട്. ഇവിടെ പ്യുവർ ഹോട്ട് എന്ന് പറഞ്ഞ കാഷ്യൂ ഉണ്ട് പലം. ഇത് പെപ്പർ കാഷ്യൂ ആണ്, കാഷ്യൂ പെപ്പർ ഫ്രൈ, നാച്ചുറൽ കാഷ്യൂസ്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം വിസ്കി, വൈൻ, ബ്രാൻഡി, റാം, വോഡ്ക, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ആ സൈഡിലെല്ലാം പെർഫ്യൂംസും ഉണ്ട്. ഇവിടെയും കുറച്ച് കാഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, റോസ്റ്റഡ് കാഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഫ്രീ ആണ്. പിന്നെ ഇതെല്ലാം ലിക്കർ സൈഡാണ്. പിന്നെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. buy 2 get 1, buy 3 for 2160, buy 2 get 1, അതായത് 400 grams കിറ്റ്ലെസ്. നമ്മുടെ ജെംസ് പോലത്തെ ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ അതേപോലെ ഒരുപാട് ടൈപ്പ് ചോക്ലേറ്റ്സ്, വേഫിൾസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. കൊള്ളാം. ഇവിടെ എല്ലാം പെർഫ്യൂംസ് ആണ്. പിന്നെ യാർഡ്ലേ പൗഡർ ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്. വേഴ്സാച്ചയുടെ പെർഫ്യൂം ഉണ്ട്. വേഴ്സാച്ചി $6,100 ആണ് കേട്ടോ വേഴ്സാച്ചിയുടെ പ്രൈസ്. ഹ്യൂഗോ ബോസ് അടിപൊളി ഒരു ഡ്യൂട്ടി ഫ്രീ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്യൂട്ടി ഫ്രീ ആണ്. നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വോഡ്കയാണല്ലേ? ഓക്കെ. ഞാൻ ഡ്യൂട്ടി ഫ്രീയിലാണ്. അവിടുത്തെ ഒരു എക്സ്പെൻസീവ് വോഡ്കയാണ് കേട്ടോ പുള്ളി കാണിക്കുന്നത്. പുള്ളി ഇവിടുത്തെ മാനേജറാണ്. ഇമ്പീരിയൽ കളക്ഷൻ 79,500 ആണ് ഇവിടുത്തെ വില കേട്ടോ. ഇതൊരു വോഡ്കയാണ്, മുട്ടയുടെ ഷേപ്പിൽ മേളിൽ പരുന്തൊക്കെ ഇരിക്കുന്നത്. ഓക്കെ. അതേപോലെ നമ്മുടെ ഇന്ത്യൻ, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ പുള്ളിക്കാരി കാനഡയിൽ പോയിട്ടൊരു കനേഡിയനെ കെട്ടിയിട്ട് അവിടെ നിന്ന് തുടങ്ങിയൊരു ബ്രാൻഡാണ് ഈ മന്ദാകിനി കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട് ഈ മന്ദാകിനിയുടെ. അത് അവിടുത്തെ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഒരു കേരള കനേഡിയൻ കൊളാബറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മന്ദാകിനി
കൊള്ളാം അല്ലേ? 4800 ആണ്. ഇത് ഇപ്പോഴത്തെ പ്രൈസാണ് കേട്ടോ. ഞാൻ പ്രൈസ് കാണിക്കാത്തത് ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഉള്ള പ്രൈസാണ്. ഒരു 1 മന്ത് വരെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ പ്രൈസ് ആയിരിക്കണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് പറയാത്തത്. ബട്ട് ഈ ഒരു ബ്രാൻഡ് നോക്കി വെച്ചാൽ നല്ല ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെ മിക്ക പ്രോഡക്ട്സും ഇവിടെ ഇപ്പോൾ ഓഫറിൽ കിടപ്പുണ്ട്. ഇതിപ്പോൾ 1 മന്ത് വരെയുള്ള ഓഫറാണ്. ഇന്നിപ്പോൾ 19 ഓഗസ്റ്റ് 2024 ടു 1 മന്ത് ഒരാൾ ഓഫറാണ് കേട്ടോ ഇപ്പോൾ അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു മാനേജറോട് സംസാരിച്ചു കേട്ടോ. പുള്ളിയാണ് എനിക്ക് ആ എക്സ്പെൻസീവ് ലിക്കർ കാണിച്ചത്. അതോടൊപ്പം ഈ മന്ദാകിനി ഉണ്ടെന്നും പുള്ളിയാണ്. അപ്പോൾ നമ്മുടെ ഈ സിയാലിനകത്ത് ഞാൻ പറഞ്ഞ ഈ ഫുഡ് കോർട്ടിൻ്റെ അവിടെ നമ്മുടെ എർത്ത് ലോഞ്ച് എന്ന് പറഞ്ഞൊരു ലോഞ്ചുണ്ട്. നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് വെച്ച് ഈ ലോഞ്ച് ആക്സസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു കോർണറിലാണ് ഇരിക്കുന്നത്. പിന്നെ ക്ലബ് സുലൈമാനി ഉണ്ട്, കറി ട്രീ ഉണ്ട്, അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സുലൈമാനിന്ന് ഞാനൊരു കുറച്ച് ചായ മേടിച്ചു കേട്ടോ. എനിക്കും നമ്മുടെ ബ്രദറിലോയ്ക്കും അച്ഛനൊക്കെ ചായ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഇവിടെ വന്നിട്ട് ഞാനും ബ്രദറിലോയും വൈഫും ബ്രദറിലോടെ വൈഫും എൻ്റെ വൈഫിൻ്റെ അച്ഛനും കൂടെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെ സുലൈമാനി എന്ന് പറയുന്ന ഷോപ്പുണ്ട്, ക്ലബ് സുലൈമാനി. അപ്പോൾ അവിടെ വന്നിട്ട് ചായയൊക്കെ പറഞ്ഞു, കട്ടൻ ചായ, ഗ്രീൻ ടീ, പിന്നെ നോർമൽ ടീ, ഇതൊക്കെ പറഞ്ഞു 310 ഒക്കെയാണ് ആയത്. അപ്പം 4 ചായക്ക് അറൗണ്ട് 960 ആയി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പം അബ്ദുവിന് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചു ഇവിടെ ബർഗർ കിങ്ങിൽ പോയി ഒരു ബർഗർ മേടിച്ചു. ബർഗറിന് 170 രൂപയായുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ പറയാൻ വരുന്നത്, ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു ചായയേക്കാൾ വില കുറവായിരുന്നു ഇവിടുത്തെ ബർഗർ കിങ്ങിലെ ബർഗർ. പിന്നെ ചിക്കിങ്ങിലെ ഒരു ചിക്കൻ റാപ്പ് ഈ ഞാൻ പറയുന്ന സുലൈമാനി കടയിൽ നിന്ന് മേടിച്ച് ചായയേക്കാൾ വില കുറവാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഒരു ചായ കുടിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ലാഭം ചിക്കിങ്ങിൽ നിന്നോ ബർഗർ കിങ്ങിൽ നിന്നോ ബർഗറോ ചിക്കൻ റാപ്പോ മേടിക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൊച്ചി സിയാൽ വരികയാണെങ്കിൽ ഒരു ചായ കുടിക്കാൻ പറഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞാൽ 100-300 രൂപയാവും. അതിന് പകരം ബർഗർ കിങ്ങിന് ഒരു ബർഗർ, ഈവൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല, ബർഗർ കിങ്ങിൽ ഒരു കോംബോ ഉണ്ടായിരുന്നു, ഒരു മീൽ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, പെപ്സി, ഈ 3 കൂടെ വാങ്ങിച്ചാൽ 370 ആവുന്നത്. ഒരു ചായക്ക് 310, 60 രൂപയുടെ വ്യത്യാസമുള്ളൂ. നമുക്ക് വലിയൊരു മീൽ അവിടെ കിട്ടും. എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ചായ കുടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ചായയുടെ ബില്ല് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബോർഡിങ്ങിലെല്ലാം കാണിച്ച് എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങളിതാ ഫ്ലൈറ്റിലായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റിലെ വിശേഷങ്ങൾ കാണാം. അത് ചെറിയ ഒരു ഹാൻഡ് ബാഗേജുമായിട്ട് തള്ളി പോവാണ് കേട്ടോ. ഈ സ്ട്രോളർ ഉണ്ടായിട്ട് സ്ട്രോളർ ഇരിക്കാതെ അത് ചെറിയ ബാഗേജും തള്ളി പോവാണ്. എന്തായാലും നമുക്ക് കാര്യം എൻ്റെ ബാഗ് മൊത്തം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ പുറകിലാണ് വെച്ചേക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സിംഗപ്പൂരൊക്കെ പോയപ്പോൾ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹെൽപ്പ്. കംപ്ലീറ്റ് ബാഗ് ഇതിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ബോർഡിങ് എടുത്ത് ഇവിടെ നടന്ന് പോവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിനകത്തിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ അപ്പുറത്തുണ്ട്. അതുവാണെങ്കിൽ ബ്രദറിലോ വിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ് മലേഷ്യയിലേക്ക് കേട്ടോ. അതോടൊപ്പം അതുമായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. അടിപൊളി ട്രിപ്പായിരിക്കും. ബാത്തിക് എയർ, ദാറ്റ് ഈസ് മലിൻഡോ ആണ് ഫ്ലൈറ്റ്. ഞാൻ ഫ്ലൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മലിൻഡോ എയർ, ബാത്തിക് എയർ. നമുക്ക് അത്യാവശ്യം ഈ ഫ്രണ്ട് സീറ്റ്, അതായത് 4th റോയിലാണ്. ഇത് ബിസിനസ് ക്ലാസ്സും ഇത് എക്കണോമിക് ക്ലാസ്സുമാണ്. അപ്പോൾ എക്കണോമിക് ക്ലാസ്സിൽ 4th റോയിലായതുകൊണ്ട് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ. അതും ഇപ്പുറത്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് പാട്ടോ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഇതിനകത്ത് കാണാം. ഹെഡ്ഫോൺസും ഒരു USB കൊടുക്കാനുള്ള പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മലിൻഡോ എയർ. ആക്ച്വലി ഇവിടെ അദ്ദുവിന് കിഡ്സിന് ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അദ്ദുവിന് വേണ്ടിയിട്ട് അവരൊരു നാസി ഗുറം കൊണ്ടുവച്ചിട്ടുണ്ടാവും. നല്ല ചൂടാണ്. മലിൻഡോയുടെ നാസി ഗുറം, മലിൻഡോയുടെ അല്ല, സോറി, ഇതൊരു ഒരു ഏഷ്യൻ ഡിഷാണ് ഈ നാസി ഗുറങ്ങൾ. കിഡ് മീൽ, നാസി ഗുറം കിഡ് മീൽ ഫ്രീ ആണ്. പിന്നെ 2 ടിഷ്യൂ, പിന്നെ ഫോർക്കും സ്പൂണും. എന്തായാലും ഇപ്പോൾ നല്ല ചൂടാണ്. ചൂട് മാറിയിട്ട് അദ്ദുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അദ്ദുവിടെ ഒരേ കളിയാണ് കേട്ടോ. അദ്ദു ഇടയ്ക്ക് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് വാഷ്റൂം പോയി. എന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് അവിടുത്തെ എല്ലാ ടിഷ്യൂ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഫ്ലഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് പൈപ്പ് പിടിക്കുന്നത്, അതെല്ലാം പഠിച്ചു. എന്നിട്ട് ഇതാ തിരിച്ചു വന്നു. അവിടെ വന്ന് ഒരേ സംസാരവും കളിയും ഒക്കെയാണ്. സോ അങ്ങനെ ഞങ്ങളൊരു 4 hours ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ കോലാലംപൂർ എത്തി. അപ്പോൾ കോലാലംപൂരിൽ നമുക്ക് അടുത്ത ഫ്ലൈറ്റ്. അതൊരു 10:30 മണിക്കാണ്, 10:11 മണിക്കാണ്. സമയം ഇപ്പോൾ 8 മണിയായി. ഒരു 1.5 hour ഡിഫറൻസ് ആണ് ഇന്ത്യൻ ടൈമും മലേഷ്യൻ ടൈമുമായിട്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഒരു ലെയറല്ല, ഒരു ഹോൾട്ട് ഉണ്ട്, ഒരു 2.5 hours. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അടുത്ത കോലാലംപൂറിൽ ലങ്കാവി പോകുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ അടുത്ത ലങ്കാവി വിശേഷങ്ങളായിട്ട് ബാക്കി കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് രാവിലെ 10 മണിക്ക് ടു ലങ്കാവിയാണ്. 10 മണിക്ക് ഇവിടുന്ന് കയറിയാലോ 1 മണിക്കൂറുണ്ട്. 11 മണിക്ക് ലങ്കാവിയിലെത്തും. അപ്പോൾ ബി ഗേറ്റിലാണ്, ഇവിടെ ഇപ്പം നിൽക്കുന്നത് ജി ഗേറ്റിലാണ്. വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പണ്ട് വന്നപ്പോൾ ഇവിടെ എനിക്ക് ഓർമ്മ ഉണ്ടോന്ന് ഇൻറ്റേർണൽ അകത്ത് ട്രെയിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു ഓർമ്മയാണ്, മറന്നുപോയി. 2019 എന്തോ വന്നാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഈ എയർപോർട്ടൊക്കെ കാണിച്ചത് നല്ല അടിപൊളി എയർപോർട്ടാണ് കേട്ടോ, നല്ല എയർപോർട്ടാണ്. നമ്മുടെ കുലാലംപൂർ എയർപോർട്ടിനുള്ളിലെ ഒരു ഷോപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പെർഫ്യൂം പിന്നെ ബ്യൂട്ടി കെയർ പ്രോഡക്ട്സൊക്കെ കിട്ടുന്നതാണ്. ലാനിക് ക്ലിനിക്, ലാൻകാസ്റ്റർ, ലാബ് സീരീസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബ്രാൻഡ്സിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഇനി എയർപോർട്ടൊക്കെ ഒന്ന് കുറച്ച് ചുറ്റി കാണാം. നല്ലൊരു എയർപോർട്ടാണ്, നല്ല രസമുള്ള എയർപോർട്ടാണ്. ഇനി പണ്ട് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫാളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കുലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് താഴെ ഇറങ്ങി, സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. വിക്ടോറിയ സീക്രട്ട് അങ്ങനെയുള്ള മേജർ ബ്രാൻഡ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്സ്. നമുക്കിപ്പം ചാൾസ് ആൻഡ് കേത്ത് ഉണ്ട്, മോൺബ്ലാങ്ക് ഉണ്ട്, അതിൻ്റെ പുറകെ കാണുന്ന മോൺബ്ലാങ്ക് ആണ്. മൈക്കിൾ കോസ് ഉണ്ട്, കോച്ച് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്രീമിയം ബ്രാൻഡ്സ് ഉള്ളൊരു നല്ല കിടിലൻ എയർപോർട്ടാണ്. പൈസയൊക്കെ ഉള്ളവർക്ക് വന്ന് മേടിക്കാം. അതെ, കെന്നത്ത് കോള്, അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡ്സ്. അപ്പോൾ നമ്മുടെ ഗേറ്റ് B11 ആണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയൊരു വാട്ടർഫാൾ, ഒരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതും ഇപ്പോൾ സ്ട്രോളറിൽ ഇതാ സ്വിച്ച് പോവാണ്. നമ്മളിവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു കേക്ക്, അതിനൊരു മഫിന്, പിന്നെ ഒരു കോഫി, ഒരു സാൻഡ്വിച്ച് വാങ്ങി. കോഫി എനിക്ക് തോന്നുന്നു 2 റിങ്കറ്റാണ്. ഇത് 8 റിങ്കറ്റായി. 8 അല്ല, ഇത് 12 റിങ്കറ്റ്, പിന്നെ ഇതൊരു 8 റിങ്കറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒരു കോഫിയും ചെറിയ സാൻഡ്വിച്ചും കഴിച്ചിട്ട് ബാക്കി ട്രാവലിന് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ മേടിച്ച. ഇവിടെ നിന്നൊരു കോഫിയും പിന്നെ കുറച്ച് സാൻഡ്വിച്ചും ഈ ഒരു മഫിനും. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് പോകാം. സോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു 1.5 hour, മാക്സിമം 2 hours ഒരു ജസ്റ്റ് ലേ ഓവറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുലാലംപൂറിൽ നിന്ന് ലങ്കാവി ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിങ് കഴിഞ്ഞതാണ്. ഗോയിങ് ടു ദ ഫ്ലൈറ്റ്. 10 മണിക്കാണ് ഫ്ലൈറ്റ്. 1 hour ആണ് ട്രാവൽ ടൈം. 11 വിൽ റീച്ച് ലങ്കാവി. അപ്പോൾ അതാ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറണം. സ്ട്രോളർ നമ്മളെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ, അതായത് ഫ്ലൈറ്റിൽ കയറുന്ന എൻട്രി ഗേറ്റിൻ്റെ അവിടെ ഇത് കൊടുത്താൽ നമുക്ക് ലങ്കാവിയിൽ നിന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറി. അതുകൊണ്ട് ഈ 2 റോ നമ്മുടെയാണ്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. ഇവിടുത്തെ 1 hour ആണ് കേട്ടോ ജേർണി. ഫ്രം കുലാലംപൂർ ടു ലങ്കാവി 1 hour ജേർണിയാണ്. അപ്പോൾ ഇനി ലങ്കാവി പോയിട്ട് കാണാം. അപ്പോൾ കുലാലംപൂരിൽ നിന്ന് ലങ്കാവി പോയപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് നമ്മുടെ വിങ്സിൻ്റെ അവിടെയുള്ള സീറ്റാണ്, എഞ്ചിൻ്റെ മേളിലുള്ളതാണ്. നല്ല രസമാണ്. അപ്പം അടിപൊളി കാഴ്ചകളൊക്കെ സൈഡിൽ നിന്ന് കാണാം. അതുപോലെ വിങ്സിൻ്റെ അവിടെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതും ബാത്തിക് എയർ ആണ്, അടിച്ച് മലിൻ്റെ തന്നെയാണ്. എന്നിട്ട് അവിടെ മലേഷ്യൻ എയർലൈനിൻ്റെ ഫ്ലൈറ്റ്സ് കിടപ്പുണ്ട്. വലിയ എയർപോർട്ടാണ്, അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. നല്ല രസമുള്ള എയർപോർട്ട്, ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ലേ ഓവറൊക്കെ ആണെങ്കിൽ ഈ കുലാലംപൂർ എയർപോർട്ട് ഒരുപാട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബാക്കി വിശേഷങ്ങൾ ലങ്കാവി പോയിട്ട് കാണാം. ബൈ. അവർ ബാഗേജ് നമ്മുടെ ഫ്ലൈറ്റിലോട്ട് ലോഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഒരു ബാഗ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വീണു. അത് നമ്മുടെ ബാഗ് ആ ഏറ്റവും മേളിരിക്കുന്ന ബാഗ് നമ്മുടെയാണ്. നമ്മുടെ എടുത്ത് എറിയോ ഇല്ലെന്ന് അറിയാം കേട്ടോ. നോർമലി എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ബാഗേജ് എടുത്ത് എറിയോ എന്നത്. ഇപ്പം കാണാം. പക്ഷെ ഇവിടെ കൊള്ളാം കേട്ടോ, അവർ നോർമലി എടുത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു 1 hour ജേണി കഴിഞ്ഞ് ഞങ്ങൾ ലങ്കാവി ലാൻഡ് ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് ഇമിഗ്രേഷൻ അല്ല, എനിക്കൊന്ന് മലേഷ്യയിൽ നിന്ന് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി ലങ്കാവിയുടെ വിശേഷങ്ങൾ കാണാം. സോ അങ്ങനെ ഞങ്ങളിതാ ലങ്കാവി ലാൻഡ് ചെയ്തു, ഇറങ്ങി നടക്കുകയാണ്. കുഞ്ഞ് എയർപോർട്ടാണ്, നല്ല ക്യൂട്ട് എയർപോർട്ടാണ്. ഞാൻ മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ട് തായ്ലാൻഡിലൊക്കെ ഒരു എയർപോർട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള, അതേപോലത്തെ ഒരു കുഞ്ഞ് എയർപോർട്ടാണ് ലങ്കാവിയിലെ എയർപോർട്ടാണ്.
അപ്പോൾ ഇനി ഇവിടുന്ന് ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് റൂം നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്ത് പോകണം. സ്റ്റേ ചെയ്യുന്നത് ബെല്ല വിസ്റ്റ എന്ന് പറഞ്ഞൊരു വാട്ടർ ഫ്രണ്ട് റിസോർട്ടാണ് ലങ്കാവിയിൽ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺ. വെൽക്കം. ബൈ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലെത്തി. ഇതാണ് ബെല്ല വിസ്റ്റ വാട്ടർ ഫ്രണ്ട് റിസോർട്ട്. അപ്പോൾ ഇനി പോയി ചെക്കിനൊക്കെ ചെയ്യണം. എന്നിട്ട് ഈ ബെല്ല വിസ്റ്റയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ. സ്റ്റേ ട്യൂൺ. വെൽക്കം. അപ്പോൾ നമുക്ക് റൂമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെവൽ 1-ലാണ്. ജസ്റ്റ് ഞാൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കാഴ്ച. നമുക്ക് എന്ത് രസമാണ്. അപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ ഒരു ഫുൾ ടൂർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടൊന്ന് കഴിക്കാനൊക്കെ പോകണം. അടിപൊളി പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഈസ് ലങ്കാവി. വി ആർ ഇൻ ലങ്കാവി.